ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭൗതികത കൊണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തെ നമ്മൾ അളക്കാൻ ശ്രമിച്ചാൽ അത് അപകടകരം തന്നെയാണ്. ഇതാണ് ഇന്ന് ഈ ഒരു സന്ദേശത്തിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ ഒരിക്കലും ഭൗതികതയ്ക്കെതിരല്ല. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആത്മീക ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അപകടകരമായ ഒരു പ്രവണത നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഭൗതിക നന്മകൾ കൊണ്ട് ആത്മീക ജീവിതത്തെ അളക്കാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ആത്മീകതയുടെ ഒരു അളവുകോലായി നമ്മൾ പല സമയങ്ങളിലും ഭൗതികതയെ എടുത്തുയർത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം, ആ ഒരു കണക്ഷൻ ചില സമയത്ത് നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ദൈവം കൂടെയില്ല, ദൈവം മാറി നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെ പല സമയങ്ങളിലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. വചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് അതേ പങ്കുവെക്കുമ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് കൂടുതലായി നിങ്ങൾക്ക് അറിവ് തരും. കാരണം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒന്ന് രണ്ട് ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഒന്ന് ചിന്തിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, പുറപ്പാട് പുസ്തകം 32-33 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രാ മധ്യയിൽ സംഭവിച്ചൊരു കാര്യം. ആ കാര്യം മറ്റൊന്നുമല്ല, നമുക്ക് സുപരിചിതമാണ്. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അവർ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി, കാളക്കുട്ടിയെ ആരാധിച്ചു. അതിനുശേഷം മോശ ഇറങ്ങി വന്നതിന് ശേഷം യഹോവയാം ദൈവം മോശയോടും ഇസ്രായേൽ ജനത്തോടും പറഞ്ഞ ചില കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 32-33 അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ മോശയോട്, നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന ജനം അനുസരണം കെട്ടവരായി എന്നെ വിട്ട് അവർ മാറിയത് കൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ഈ ജനത്തോടു കൂടെ നടക്കത്തില്ലെന്ന് ദൈവം പറയുന്ന ചില വാക്കുകളുണ്ട്. 33 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്, ഈ ജനത്തോടുകൂടെ ഞാൻ ഇനിയും നടക്കത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയാൻ ശ്രമിച്ചതുപോലെ സൃഷ്ടിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. തൻ്റെ ജനത്തോടുകൂടെ നടക്കുക. അന്നെന്ന പോലെ ഇന്നും ദൈവം നമ്മളോടുകൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇമ്മാനുവേൽ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ദൈവം നമ്മോട് കൂടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ദൈവം കൂടെ നടക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഇവരുടെ അനുസരണക്കേട് അല്ലെങ്കിൽ ഇവരുടെ പാപങ്ങൾ ദൈവത്തെ അവരിൽ നിന്ന് അകറ്റി. അതായത് പാപമുള്ള സ്ഥലത്ത് ദൈവത്തിന് വസിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ദൈവത്തിന് കൂടെ നടക്കുവാനായിട്ട് പറ്റില്ല. കാരണം ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവം മാറി നടക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ദൈവം അവരിൽ നിന്ന് മാറിയിട്ട് അവരോട് പറയുന്ന ചില ഒരു കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ദൂതനെ നിങ്ങളുടെ മുമ്പാകെ അയക്കും. അപ്പൊ ഈ പല സമയത്ത് നമുക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ പറയും, കർത്താവേ അങ്ങയുടെ ദൂതനെ എൻ്റെ മുമ്പിൽ അയക്കണമേ. അങ്ങനെ പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം കൂടെ നടക്കാൻ പറ്റാതെ ഇരുന്നപ്പോൾ അയച്ചതാണ് ദൂതനെന്നാണ് അവിടെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ദൈവം കൂടെ നടക്കാൻ പറ്റാതെ ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവം നടക്കാതെ ഇരുന്നപ്പോൾ പകരം ദൈവം അയച്ചതാണ് ദൂതൻ. പല സമയങ്ങളിലും നമുക്ക് ദൈവത്തെ പോലും വേണ്ട, ഇല്ലേ? നമുക്ക് ദൂതനെ മതി. ദൈവം ഇല്ലേൽ എന്താ, ദൂതനെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൂതനെ അല്ല ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം തന്നെ നമ്മളുടെ കൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത്, അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്ന ചില ഭാഗങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങയുടെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം, അങ്ങയുടെ തേജസ് എന്നെ കാണിക്കണം, വഴി എന്നെ അറിയിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, ദൈവത്തോട് പറയുന്ന ചില അഭ്യർത്ഥനകൾ നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അതിൻ്റെ മറുഭാഗത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയാട്ടെ. വേദപണ്ഡിതന്മാരുടെ കണക്കനുസരിച്ച് ഏകദേശം 40 ലക്ഷത്തോളം ആളുകളാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. കൃത്യമായ കണക്ക് നമുക്കറിയത്തില്ല. പക്ഷെ വചനത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, റമസേസിൽ നിന്ന് സൂക്കോത്തിലേക്ക് 6 ലക്ഷം പുരുഷന്മാരാണ് ഇറങ്ങിത്തിരിച്ചത്. അപ്പൊ 6 ലക്ഷം പുരുഷന്മാർ
അവരുടെ ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, സമ്മിശ്ര ജാതി, ഇങ്ങനെ എന്തായാലും മിനിമം ഒരു 20-25 ലക്ഷം ആളുകൾ ഉണ്ടാകും. അപ്പോൾ ഈ 20 ലക്ഷം ആളുകൾ ഇറങ്ങി പുറപ്പെട്ടതിൽ ഒരു വ്യക്തിക്ക് മാത്രമേ ഗൗരവമായി ഈ ഒരു കാര്യത്തെ മനസ്സിലായുള്ളൂ, അല്ലെങ്കിൽ ദൈവം മാറി നടന്നു എന്നുള്ള കാര്യത്തെ മനസ്സിലായുള്ളൂ. മറ്റുള്ളവരൊന്നും അതിനെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്, അവര് നിലവിളിക്കുകയോ അവര് കരയുകയോ ചെയ്യാതിരുന്നതിന്റെ കാരണം എന്താണ്? അവർക്ക് മന്ന മുടങ്ങിപ്പോയില്ല. കാരണം ദൈവം മാറി നടന്നിട്ടും അവർക്ക് മന്ന കിട്ടുന്നുണ്ട്. അവരുടെ ഭക്ഷണം മന്നയായിരുന്നല്ലോ. അപ്പോൾ ഈ മന്ന നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ദൈവത്തോട് ചോദിച്ചേനേമായിരുന്നു, എവിടെയാണ് ഞങ്ങൾക്ക് പാളിച്ച പറ്റിയത്, എന്തുകൊണ്ടാണ് ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതെന്നൊക്കെ അവർ ചോദിച്ചേനേമായിരുന്നു. പക്ഷേ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു ദൈവിക കരുതൽ മുടക്കം വരാത്തത് കൊണ്ട്, മുടങ്ങിപ്പോകാത്തത് കൊണ്ട് അവരാരും ഗൗരവമായി ഈ ഒരു വിഷയത്തെ എടുത്തില്ല. കാരണം പിന്നീട് ആരും ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ടോ കൂടെ വരണമെന്നോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നോ ഒന്നും ചോദിച്ചില്ല. അവർ ദുഃഖിച്ചു എന്ന് പറഞ്ഞ ആ ഭാഗം ദൈവത്തിന്റെ ആത്മാവ് എഴുതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും വ്യത്യസ്തമായിട്ട് അവരിൽ നിന്നുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മോശ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും മുടങ്ങാതെ കിട്ടുമ്പോൾ ദൈവം കൂടെയുണ്ടെന്നുള്ള മിഥ്യാധാരണ പല സമയങ്ങളിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുന്നത്. അക്കൗണ്ടിൽ കൃത്യമായി പണം വരുമ്പോൾ, ജോലിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വരുമ്പോൾ, ഒരു കഷ്ടതയും പ്രയാസങ്ങളും ഇല്ലാതെ വരുമ്പോൾ ദൈവം എന്നോട് കൂടെയുണ്ട്, എൻ്റെ ജീവിതത്തിന്റെ അകത്ത് ആ ഒരു ബന്ധം ശരിയാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തുന്നത് നല്ലതാണ്. ഞാൻ സാധാരണ പറയുന്നത് പോലെ ഓരോ ദിവസവും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ ഉറപ്പിക്കണം. അതിനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കണം. ഈ ലോകത്തിൽ നിരീശ്വരവാദികൾക്ക് പോലും ഭൗതികമായ നന്മകളുണ്ട്. ദൈവമില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾ നോക്കിക്കൊള്ളുക. അവർക്കും നന്മയുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, അനുഗ്രഹമുണ്ട്. ഇതിനൊന്നും ഞാൻ തടസ്സമല്ല, ഇതിനൊന്നും ഞാൻ എതിരുമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ഈ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഒരിക്കലും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ വിലയിരുത്താനായിട്ട് പാടില്ല. ഒരുപക്ഷെ എല്ലാവരും ഇതൊന്നും പ്രസംഗിക്കത്തില്ല. പക്ഷേ നമ്മൾ യഥാർത്ഥമായ വചനത്തിന്റെ റിയാലിറ്റിയിലേക്ക് വരണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യേശുവിനെ വിട്ട് പിന്മാറിപ്പോയ പഴയ പടകും വലയും എടുത്ത ശിഷ്യന്മാരുടെ പടകിൽ പോലും അവിടുന്ന് നിറയെ മത്സ്യം നൽകി ഇല്ലേ? ആ വല കീറുമാറ് മത്സ്യസമ്പത്ത് അവർക്ക് നൽകി കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആർക്കാ നൽകി കൊടുത്തത്? ഒന്ന് ചിന്തിക്കണം. ദൈവ പദ്ധതിയിൽ നിന്ന് പോലും പിന്മാറി ആ പഴയ പടകും വലയും ഒക്കെ എടുത്തുകൊണ്ട് പോയവർക്കാണ് ഇതെല്ലാം കൊടുത്തത്. എന്നിട്ട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇതെല്ലാം കൊടുത്തിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ബന്ധം ശരിയായതുകൊണ്ട് ആണ് നന്മ കിട്ടുന്നത് എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ ഒന്ന് മാറ്റുന്നത് നല്ലതാണ്. അപ്പം എന്തുകൊണ്ട് പത്രോസിന് അതെല്ലാം കർത്താവ് കൊടുത്തു? ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് പത്രോസിന് അതെല്ലാം കൊടുത്തു? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന്റെ സ്നേഹമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചില സമയങ്ങളിൽ ദൈവം നമ്മളെ അടിച്ച് പൊട്ടിച്ച് ഇല്ലാതാക്കി കൊണ്ടുവരണമെന്നില്ല. അങ്ങനെ ദൈവം ചിലരെ കൊണ്ടിരുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ശിക്ഷിച്ചു കൊണ്ടിരുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ സ്നേഹിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പം ഇവിടെ ചിലർ ചോദിക്കത്തില്ല, ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടും ഒത്തിരി പാപം ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല, ജോലിക്ക് മുടക്കം വന്നില്ല, പണത്തിന് മുടക്കം വന്നില്ല, നന്മകൾക്ക് മുടക്കം വന്നില്ല. അവരോടുള്ള ഒരൊറ്റ ഉത്തരം, ചെയ്ത തെറ്റിനെ ഒരിക്കലും ദൈവം ന്യായീകരിക്കുകയല്ല. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആഴമായ സ്നേഹമാണത്. കാരണം ഓൾറെഡി കർത്താവ് ക്രൂശിൽ
മരിച്ചതിൻ്റെ ഒരു വേദനയ്ക്കകത്താണ് ഈ പത്രോസും കൂടെയുള്ളവരും ജീവിക്കുന്നത്. അപ്പൊ അവരെ പിന്നെയും ഒന്നുകൂടെ തകർത്താൽ അവർ തിരിച്ചു വരുമോ എന്ന് പോലും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ആ സമയത്ത് അവർക്ക് കരുതലാണ് ആവശ്യം, സ്നേഹമാണ് ആവശ്യം, ഒരത്ഭുതമാണ് ആവശ്യം. രാത്രി മൊത്തം കഷ്ടപ്പെട്ട് ഒന്നും കിട്ടിയില്ല, തുണി പോലും ഇല്ലായിരുന്നെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ തുണി പോലും നഷ്ടപ്പെട്ട് മാനസികമായി ശാരീരികമായി തകർന്ന ഒരു വ്യക്തിയെ പിന്നെയും അടിച്ചാൽ അവൻ എന്നേക്കുമായി ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരത്ഭുതം ചെയ്തിട്ട് മടക്കി വരുത്തി തൻ്റെ സ്നേഹത്തിലേക്ക് അവരെ കൊണ്ടുവന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 7ാമത്തെ സഭയായ ലവോദിക്കിയ സഭയോട് പറയുകയാണ്, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് നീ പറയുന്നു. ലവോദിക്കിയ സഭയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അന്നത്തെ കാലത്തെ ആ 7 സഭകളെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ ലവോദിക്കിയ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം വസ്ത്ര വ്യാപാരം കൊണ്ട് ഒക്കെ സമ്പന്നമായ ഒരു സൊസൈറ്റി ആയിരുന്നു. ആ സൊസൈറ്റിയിൽ ജീവിച്ചവരും സമ്പന്നരായിരുന്നു. പക്ഷെ അവരുടെ സമ്പന്നത ആത്മീക ദാരിദ്ര്യത്തിലേക്കാണ് അവരെ നയിച്ചത്, ഇല്ലേ? എന്നാൽ നീ ദരിദ്രനാണ്, കുരുടനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം വാതിലിന് പുറത്തേക്ക് പോയി. ഞാൻ വാതിക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ ഉള്ളിൽ പ്രവേശിക്കും, ഞാൻ അവനോടുകൂടെ കൂട്ടായ്മ കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ സമ്പന്നത ഒരിക്കലും ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകരുത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറുഭാഗത്ത് ആമേൻ ദരിദ്രനായിട്ടും ദൈവം സമ്പന്നനാണെന്ന് പറഞ്ഞ സഭയും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഞാൻ സമ്പന്നതയ്ക്ക് എതിരല്ല. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരെയും, കാരണം കഷ്ടതയിലും ബുദ്ധിമുട്ടിലും ഒക്കെ കിടക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് സന്തോഷത്തിലും സമൃദ്ധിയിലുമൊക്കെ ദൈവത്തെ സേവിച്ച് മറ്റുള്ളവർക്കൊക്കെ പ്രയോജനകരമായി പോകുന്നത്. അപ്പം ഞാനൊരിക്കലും ഭൗതികതയ്ക്കെതിരല്ല, ഭൗതികത പ്രസംഗിക്കാത്ത ആളുമല്ല. പക്ഷേ യഥാർത്ഥമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മടങ്ങി വരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഒരിക്കലും അനുഗ്രഹവും സമ്പന്നതയും നമ്മുടെ ബന്ധത്തിന് തടസ്സമാകരുത്. ഒരിക്കലും ആത്മീകതയുടെ ഒരു അളവുകോലാക്കുകയും ചെയ്യരുത്. നമുക്ക് നൽകി തരുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരണം. അതോടൊപ്പം തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും കർത്താവേ, അവിടുന്ന് എന്നോടുകൂടെ ഉണ്ടോ? ഞാൻ അങ്ങുമായിട്ടുള്ള യഥാർത്ഥമായ ഒരു ബന്ധത്തിലാണോ? അവിടുന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ഹിതത്തിൻ്റെ അകത്താണോ ഞാൻ ജീവിക്കുന്നത്? ഈ ചോദ്യങ്ങൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. വചനത്തിലൂടെ നമുക്കതിന് ഉത്തരം കണ്ടെത്താം. കർത്താവുമായിട്ടുള്ള ഹൃദ്യമായ ബന്ധത്തിലേക്കും കൂട്ടായ്മയിലേക്കും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ, നമ്മളെ കൊണ്ടുപോകട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ തിരുവചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ഭൗതികമായ കാര്യങ്ങൾ ഒരിക്കലും ആത്മീക അനുഗ്രഹത്തിന് തടസ്സമായി തീരരുത്. അങ്ങുമായിട്ടുള്ള ബന്ധം ഓരോ ദിവസവും കർത്താവെ ഹൃദ്യമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം സഹായിക്കട്ടെ.